Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഷവോമിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലുള്ള സ്മാർട്ട് ഫോണാണ് Mi 11x. അപ്പോൾ ഷവോമി മൂന്ന് സ്മാർട്ട് ഫോണാണ് Mi 11 സീരീസിൽ ഇറക്കിയത്. Mi 11 അൾട്രയും Mi 11xും Mi 11x Pro ആണ് ഇറക്കിയത്. ഇത് ഏറ്റവും വില കുറഞ്ഞ Mi 11 സീരീസാണ് Mi 11x എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29,999 ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നല്ല പവർഫുൾ ഹാർഡ്വെയർ ആണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 870 ചിപ്പാണ്. ഒരു 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അതേപോലെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 4520 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 120 Hz സൂപ്പർ AMOLED E4 ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.1, പിന്നെ നമുക്ക് കിട്ടുന്നത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ 33 വാട്ട് ചാർജിങ്ങും ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ Mi 11xൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഒരു പവർഫുൾ ഡിവൈസ് ആണെന്ന് പറയാം. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 870 നമുക്കറിയാം, നല്ലൊരു പവർഫുൾ ചിപ്സെറ്റ്. നമ്മൾ ഈ ഇടയ്ക്ക് OnePlus 9R കണ്ടു. അതേപോലെ തന്നെ വിവോൻ്റെ X60 സീരീസിലും 870 വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് Mi 11x ആണ്. ബ്ലാക്ക് വേരിയൻ്റ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് Mi 11xൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. Mi 11x എന്ന് എഴുതിയതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 5G ഡിവൈസാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ചിപ്പാണ്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. 870 ചിപ്പാണ്. പിന്നെ 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. 360 Hz സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് 7nm പ്രോസസ്സർ, 48 മെഗാ പിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, അൾട്രാ വൈഡും ടെലി മാക്രോ ലെൻസുമാണ് വരുന്നത്. 20 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറ, ട്രിപ്പിൾ മൈക്രോഫോൺ ഫോർ സൂം, ഓഡിയോ സൂം, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 3D കൂളിംഗ് ഗൂല ഗ്ലാസ് ബോഡിയാണ്. 4520 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. LPDDR5 റാമാണ്. UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. X360 ഡിഗ്രി ലൈറ്റ് സെൻസേഴ്സ് ആണ് വരുന്നത്. X ആക്സിസ് ലീനിയർ മോട്ടർ, IR ബ്ലാസ്റ്റർ, ബ്ലൂടൂത്ത് 5.1, Wi-Fi 6 സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കോസ്മിക് ബ്ലാക്ക് ആണ്. 8GB റാമും 128GB സ്റ്റോറേജ്, മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒന്ന് ബോക്സ് തുറക്കാം. ബോക്സ് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഡിസൈൻ ബൈ ഷവോമി എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ നമുക്കൊരു കേസാണ് വരുന്നത്. ഇതിനകത്ത് യൂസർ ഗൈഡ് കാണാം. യൂസർ ഗൈഡിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിം ട്രെയിനിൽ ഇതിനകത്ത് SD കാർഡ് സ്ലോട്ട് ഇല്ല, നാനോ സിം കാർഡ് മാത്രമേ ഉള്ളൂ. SD കാർഡ് വരുന്നില്ല ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് USB Type-C to 3.5mm അഡാപ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വയേർഡ് ഇയർഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് ഈ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ കണ്ടില്ല, ഒരു അഡാപ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമെന്ന് പറയാം. കാരണം ഇതിനകത്ത് USB പോർട്ട്, 3.5mm ഓഡിയോ ജാക്ക് പോർട്ടില്ല. അതിന് പകരം കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ TPU കേസാണ് വരുന്നത്, സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് ഫോണാണ്. ഇപ്പോൾ ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് നമ്മൾ ബൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ജസ്റ്റ് ബാക്കി എന്തൊക്കെ ഫോൺ ബോക്സിനകത്ത് വരുന്നതും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. ഇതിൽ 11 വോൾട്ട് 3 ആംപിയർ അങ്ങനെ 33 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു USB Type-C കേബിളും വരുന്നത്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിന്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോൺ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഷവോമിൻ്റെ Mi 11x. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് 120 Hz ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കളർ സ്കീം ഉണ്ട്, ഓട്ടോ സാച്ചുറേറ്റഡ്, ഒറിജിനൽ, അങ്ങനെ കളർ സ്കീംസ് എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ഷവോമിൻ്റെ AMOLED ഡിസ്പ്ലേസിൽ കാണുന്ന ഓപ്ഷൻ തന്നെയാണ്. ഡാർക്ക് മോഡും ഉണ്ട്. പിന്നെ നമുക്കിവിടെ സോഫ്റ്റ്വെയറെ കുറിച്ചൊന്ന് പറയാം. ഇതിൽ വരുന്നത് നമുക്ക് MIUI 12 ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് എബൌട്ട് ഫോൺ എന്ന് എടുക്കാം. എബൌട്ട് ഫോൺ MIUI 12.0.3. MIUI 5 വേർഷൻ ഉടൻ തന്നെ വരുന്നതാണ്. എന്ന് വരുന്നതിൽ ക്ലാരിറ്റി പറഞ്ഞില്ല. Android 11 ആണ്. സെക്യൂരിറ്റി പാച്ചും അപ്ഡേറ്റ്സ് എല്ലാം കാണാം. നമ്മുടെ ഉള്ളത് 8GB ഓഫ് റാമാണ്. സ്നാപ്ഡ്രാഗൺ 870 ഒക്ടോകോ പ്രോസസ്സറാണ്. ഇതിനകത്ത് 3.2 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. 128GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ബാക്കി ഷവോമിയിൽ വരുന്ന എല്ലാ MIUI ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും.
അഡീഷണൽ സെറ്റിങ്സും പിന്നെ തീം സപ്പോർട്ട്, ക്വിക്ക് ബോൾ, ജസ്റ്റ് കൺട്രോൾ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ, 20 മെഗാ പിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. നമുക്ക് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് ബാക്ക് പാനലാണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു 5 മെഗാ പിക്സൽ ടെലി മാക്രോ സെൻസറാണ് വരുന്നത്. 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ ആണ്. LED ഫ്ലാഷ് കാണാം. Xiaomi 5G സ്മാർട്ട് ഫോൺ എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ്റെ ആസ്പെക്റ്റ് പറയുന്നത്. ഇത് ആക്ച്വലി റെഡ്മി K40 ആണ്. ആക്ച്വലി ഇത് ഗ്ലോബൽ വേരിയൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു പവർ ബട്ടണും വോളിയം കീസും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. പിന്നെ താഴെ നമുക്ക് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഇത് SD കാർഡ് സ്ലോട്ടില്ല. പിന്നെ ഒരു 3 USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. 196 ഗ്രാംസ് എന്താണ് ഉള്ളത്. പക്ഷേ എങ്കിലും അത്ര ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തിക്നെസ്സും വളരെ മിനിമലിസ്റ്റിക് ആണ്. കണ്ടില്ലേ, വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി സ്മാർട്ട് ഫോണാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ UI കണ്ടില്ലേ, നമ്മൾ സ്ഥിരം കാണുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നത്. ഇവിടെ പ്രോ മോഡ്, വീഡിയോ മോഡിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഉണ്ട്. 4K 30 FPS ഉണ്ട്. 1080p at 16 30 FPS ഉണ്ട്. 4Kന് 60 FPS ഇല്ല. അത് പ്രോബ്ലി ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ടതായിരുന്നു, എങ്കിൽ അത് ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ പോർട്രേറ്റ് മോഡ് ഓപ്ഷൻസ്, അഡീഷണൽ ഓപ്ഷൻസ്, വ്ളോഗ് മോഡ് ആണ്, ഡ്യുവൽ വീഡിയോ മോഡ്, ടൈം ലാപ്സ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്യാമറ ഫീച്ചേഴ്സാണ് വരുന്നത്. അത് നമുക്ക് ക്വിക്കായിട്ടൊരു ക്യാമറ സാമ്പിൾ കൂടി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്യാമറ സാമ്പിൾ. എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്യാമറ ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഷാർപ്നെസ് ലെവൽസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയി നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം നല്ലതാണെന്ന്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായി പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4520 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 5000 ഇല്ലെങ്കിലും കുറച്ച് താഴെയാണെങ്കിലും 4000-ന് മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ദിവസത്തിലേറെ ഈസിലി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാ ഷോമിൻ്റെയും പോക്കോനി ഫോൺസിലെല്ലാം കണ്ട് ആ 33 വാട്ട് ചാർജിങ് തന്നെ ഇവിടെയും ഇൻക്ലൂഡഡ് ആണ്. ഇതായിരുന്നു Xiaomi Mi 11xന്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 29,999 ആണ് ബേസ് വേരിയൻറ്റിന്. അതായത് 6GB ഓഫ് റാമും 120GB സ്റ്റോറേജും വരുന്നത്. പിന്നെ 8GB ഓഫ് റാം വരുന്നുണ്ട്, അതിന് 31,999 ആണ്. അപ്പോൾ ഇത് രണ്ടാണ് പ്രൈസിങ്. അപ്പോൾ ഇതായിരുന്നു Xiaomi Mi 11xന്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.